ഹേ ഗൈസ്, മഴയായി തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന സമയത്ത് ചൂടോടെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ നല്ലൊരു നെയ്പ്പത്തൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ റേഷൻ അരിയാണ്. അരി ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച് അതിനെ പൊടിച്ച് റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേനും തേങ്ങയും നമ്മുടെ കുഞ്ഞുള്ളിയും പെരിഞ്ചീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് മാവ് അവിടെ സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ അപ്പച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, തിളച്ച എണ്ണയിലേക്ക് ചെറിയ രീതിയിൽ പരത്തി വെച്ച പത്തൽ ഇട്ടു. നല്ല സൗണ്ടാണേ. നന്നായിട്ട് പൊന്തിട്ടുണ്ട്, ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടു. അപ്പോൾ ഇത്തിരി എണ്ണയൊക്കെ തെറിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ട് ഞാൻ കണക്കിലെടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മൊരിയായിട്ടുള്ള പത്തലുകൾ ഞാൻ ബാക്കി ചുട്ടെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാ പത്തലുകളും ചുട്ടെടുത്തു. നല്ല ചൂട് ബീഫ് വരട്ട്, ചിക്കൻ വരട്ട് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോഴത്തേനും നമ്മുടെ മിലി വന്ന് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. അങ്ങനെ അവൾക്കും കൂടി ഒരു പീസ് ഇട്ട് കൊടുത്തു. നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങി. ഹായ് ഗൈസ്, നമ്മുടെ നല്ല ചൂട് ആവി പറക്കുന്ന നമ്മുടെ നെയ്പ്പത്തിൽ സൂപ്പർ. നെയ്പ്പത്തലും പറയും നമ്മുടെ അങ്ങോട്ടല്ലേ. നെയ്പ്പത്തലും ചിക്കൻ, ഇത് പെപ്പർ ചിക്കനും കൂടി കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, കറുമുറായിട്ട് തിന്നാൻ തോന്നും. അപ്പോൾ അമ്മ നല്ല കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ പിന്നെ പൊതുവേ ക്യാമറക്ക് മുന്നിൽ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം വൈകിപ്പിക്കാതെ കഴിക്കട്ടെ. എന്തായാലും കരളിൻ്റെ കരളെന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കരളും പിന്നെ അതുപോലെ ഒരു പീസ് പത്തലും എടുത്ത് ഞാനങ്ങ് കഴിച്ചു. ഒന്നും പറയാനില്ല, അടാറ് രുചിയാണ്, ഒരു രക്ഷയില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു 10 മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി ചൂടോടെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതോ വേറെ വിധത്തിലാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരേക്കും ബൈ.